ഈ ശബരിമല വിവാദം, സ്വർണ്ണക്കൊള്ള അത് തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിക്കാൻ ഇപ്പോഴും CPIM തയ്യാറല്ല. പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. ജനുവരി 15 മുതൽ 22 വരെ ഗൃഹസന്ദർശനം നടത്താനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും. പത്മകുമാറിനെതിരെ കുറ്റപത്രം വന്നതിന് ശേഷം മാത്രം നടപടിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് പാർട്ടി വിലയിരുത്തൽ CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം, നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം, പ്രാദേശിക തലത്തിലുണ്ടായ സംഘടനാ വീഴ്ചകളും തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിച്ചില്ലെങ്കിലും ഈ വിഷയത്തിലെ പ്രതിപക്ഷ പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. UDFും BJPയും വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചെന്നും ആരോപണം. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDFും BJPയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. എന്നാൽ ആ പരിശ്രമം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെയും N വാസുവിന്റെയും പങ്കിനെപ്പറ്റി വ്യക്തതയില്ലാതെ സംഘടനാ നടപടി എടുക്കില്ലെന്നും MV ഗോവിന്ദൻ. പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ വീടുകയറി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളുമായി സംവദിക്കാനാണ് CPIM തീരുമാനം. BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ പ്രചാരണങ്ങൾ ശക്തമാക്കാനും തീരുമാനിച്ചു. ജനുവരി 12 LDF സത്യാഗ്രഹ സമരത്തിനു പിന്നാലെ 3 മേഖലാ ജാഥകളും വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലിയും സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.